ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? അങ്ങനെ ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ അച്ഛമ്മയുടെ സങ്കടങ്ങൾ മുഴുവൻ സച്ചിയോട് ഷെയർ ചെയ്യാനുള്ള അച്ഛമ്മയുടെ കൂട്ടുകാരികളെ കാണാത്ത കാര്യം. അങ്ങനെ അച്ഛമ്മ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് വീട്ടുകാരോട് പറയാതെ ഉത്സവത്തിന് പോയിട്ട് ഞങ്ങൾക്ക് തിരിച്ചു വരണ വഴി തെറ്റിപ്പോയി. എന്നിട്ട് രാത്രി ഞങ്ങളൊരു കുന്നിൽ കയറിയിരുന്നു. എന്നിട്ട് വീട്ടുകാരും നാട്ടുകാരും മുഴുവൻ ഞങ്ങൾ അന്വേഷിച്ച് നടന്നു. എന്നിട്ട് രാത്രിയായിട്ട് ഞങ്ങളെ മയിലാടും കുന്നിന്ന് കണ്ടുപിടിച്ച് വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് പൊത്തിരി അടി കിട്ടി. അതൊക്കെ ആലോചിക്കുമ്പോൾ സച്ചിയെ അതൊക്കെ ഒരു കാലമായിരുന്നു. ഞങ്ങൾ പിരിയാത്ത കൂട്ടുകാരായിരുന്നു. ഞങ്ങളെന്ന് വെച്ചാൽ നമ്മളെന്താ പറയുക സച്ചിയെ, നമ്മൾ രക്തബന്ധത്തിനേക്കാൾ വലിയ ബന്ധം എന്ന് പറയില്ല, അതുപോലെയായിരുന്നു ഞങ്ങൾ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പറയില്ല, നമുക്ക് ബന്ധുക്കൾ രക്തബന്ധങ്ങളായിട്ട് നമുക്ക് ഒത്തിരി പേരുണ്ട്. പക്ഷേ അവരോട് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷവും അടുപ്പവും നമ്മുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന ഒരു കൂട്ടുകാരായിരുന്നു അവർ. കൂട്ടുകാരെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ ഉണ്ടും ഉറങ്ങിയും ഞങ്ങൾ എങ്ങനെ കഴിഞ്ഞിരുന്നെന്ന് എങ്ങനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുക സച്ചി. ഞാൻ പോകുന്ന സ്ഥലത്ത് മുഴുവൻ ഞാൻ ഈ ഫോട്ടോ കൊണ്ടുപോകാറുണ്ട്. എൻ്റെ സങ്കടവും സന്തോഷം മുഴുവൻ ഞാൻ ഇവരോടാണ് പറയുക. ഞാൻ എത്രയായി ഇവരെ അന്വേഷിച്ചെടുക്കുന്നത്, ഒരു തെളിവ് പോലും കിട്ടിയില്ല ഇവരെവിടെയുള്ളത്. എന്തായാലും ഇവർ ഈ ലോകം വിട്ട് പോയിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. എന്നെപ്പോലെ എവിടെയെങ്കിലുമൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടാവും അല്ലേടാ. ഇവരെന്തെങ്കിലും എന്നെ കാണാൻ വരുമായിരിക്കും അല്ലേടാ സച്ചി എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടുകൂടി കരഞ്ഞുകൊണ്ട് അച്ഛമ്മ സച്ചിയോട് ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛമ്മയുടെ വിഷമം മുഴുവൻ സച്ചി ഏറ്റുവാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചി പറയും, ശരിയാ അച്ഛമ്മ പറഞ്ഞത്, രക്തബന്ധത്തിനേക്കാൾ കൂടുതൽ അടുപ്പമുള്ള ബന്ധങ്ങളുണ്ട് അച്ഛമ്മേ. വരും അച്ഛമ്മ, വിഷമിക്കാതിരിക്കുക, അച്ഛമ്മേനെ കാണാൻ അവർ വരും. അപ്പോൾ അച്ഛമ്മ പറയും, എനിക്ക് ആകെ കൂടി ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, എൻ്റെ കണ്ണടയണേക്കാട്ടിലും മുന്നേ, അതായത് ഞാൻ മരിക്കണേക്കാട്ടിലും മുന്നേ ഇവർ എവിടെയാണെങ്കിലും എൻ്റെ ദാച്ചും കല്ലും എവിടെയാണെന്നുണ്ടെങ്കിലും ഒന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് അവരൊന്ന് കണ്ടിട്ട് എൻ്റെ കണ്ണടച്ചാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക്. വേറെ ഒന്നും എൻ്റെ മനസ്സിലില്ലടാ സച്ചി. ഈ വിഷമം കൊണ്ട് ഞാൻ എത്ര കാലമായി എന്നറിയാം നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്തെങ്കിലും എൻ്റെ ആഗ്രഹം സാധിക്കുമായിരിക്കും പറയുമ്പോൾ സച്ചി ആ ഫോട്ടോ മേടിച്ചിട്ട് ഇങ്ങനെ നോക്കണുണ്ട്. അതിൻ്റെ ബാക്കിൽ എന്തോ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സച്ചി പറയണത്, ശരി അച്ഛമ്മയുടെ ആഗ്രഹം നടക്കൂട്ടോ, അച്ഛമ്മയുടെ കല്ലും ദാച്ചും വരും, അച്ഛമ്മ വിഷമിക്കേണ്ട കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സച്ചി അച്ഛമ്മേനെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ ആ സച്ചിയെ പറഞ്ഞപ്പോൾ മനസ്സ് സമാധാനമായിട്ട് അച്ഛമ്മ അങ്ങനെ അകത്തേക്ക് കയറി പോവാണ്. പിന്നെ പിറ്റേ ദിവസം കാലത്ത് ഇങ്ങനെ രേവതി ഉമ്മറത്ത് വന്നിട്ട് എന്താ കാണുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഉമ്മറത്തിരിക്കാൻ ഒരു പൂക്കൂടി ഉണ്ട് അടുത്ത്. അപ്പോൾ സച്ചി വന്നിട്ട് ചോദിക്കും, എന്താ രേവതി ചോദിക്കുമ്പോൾ പറയും, ഈച്ചയെ കാണാനില്ലല്ലോ, പൂ കൊടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, അവൻ ഇതുവരെ വന്നില്ല സച്ചിയേട്ടൻ പുറത്തേക്കാണോ പോണത്? ഞാൻ പുറത്തേക്ക് പോയി, എനിക്ക് ആക്സിഡൻറ്റിൻ്റെ കാര്യം ഒന്ന് അന്വേഷിക്കണം രേവതി. എന്തെങ്കിലും ആക്സിഡൻറ്റിൽ നിന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചവരെ ഒന്ന് കാണണം, എന്തെങ്കിലും തെളിവുകൾ തരാൻ അവർക്ക് പറ്റിയാലോ എന്നൊക്കെ പറയണം. അതിന് അവരോട് നമ്മൾ അന്ന് സംസാരിച്ചതല്ലേ സച്ചിയേട്ടാ, അവർക്ക് താങ്ക്സ് ഒക്കെ കൊടുത്തല്ലേ, ശരിയാണ്. പക്ഷേ എന്തെങ്കിലും ഒരു സൂചന തരാൻ അവർക്ക് പറ്റിയാലോ, ഞാൻ എന്തായാലും ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം രേവതി. ഈച്ചേനെ ഒന്ന് വിളിച്ചോക്കെ സച്ചിയേട്ടാ പറയാണ്. അപ്പോൾ ഈച്ചേനെ വിളിക്കുമ്പോൾ പെട്ടെന്ന് രേവതി ഇങ്ങനെ ഗേറ്റിൻ്റെ അവിടേക്ക് നോക്കുമ്പോൾ ഈച്ച വരാണ്. സച്ചിയേട്ടാ അതേ ഈച്ച വന്നു പറയാണ്. അപ്പോൾ അവൻ്റെ ഈച്ചയുടെ ഫോൺ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഈച്ച ഞെട്ടാണ്. ഏത് അലവല്ലാത്ത, ഏത് ദുഷ്ടനാ, ഏത് കാലമാണെന്ന് എന്നെങ്ങനെ വിളിക്കുന്നു പറഞ്ഞിട്ട് നോക്കുമ്പോൾ സച്ചിയുടെ നമ്പറാണ്. ഓ നീയായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ആഹാ നിനക്ക് നീ എന്താണ് എത്ര നേരം വൈകി? ഞാൻ വരാം ഒന്ന് വന്നുകൊണ്ടിരിക്കില്ല ഉണ്ടായിരുന്നെന്ന് പറയാണ്. ഇതെല്ലാ സാധനങ്ങളും പോലെ നീ വിറക് വെട്ടണ പോലെയല്ലേ ഇപ്പോൾ ഈ പൂ വിൽക്കണത്, ഈ പൂ ഇത്ര സമയം കഴിഞ്ഞാൽ നാശമായി പോകുമെന്ന് നിനക്ക് അറിഞ്ഞൂടേച്ചേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്കിതിന് പനിഷ്മെൻ്റായിട്ട് ഇവനെ കൊണ്ട് വിറക് വെട്ടിക്കാൻ പറയണം. എന്താണ് സച്ചി, നിൻ്റെ അച്ഛമ്മയുടെ അടുത്തുനിന്ന് വിറക് വെട്ടി വയ്യാണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു, ഇവിടെ നീ എനിക്കൊരു സ്വസ്ഥത തരില്ലേ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയാം, അത് ഈച്ച നേരം വൈകി വന്നതിൻ്റെ പനിഷ്മെൻറ്റ്. സച്ചിയേട്ടാ അച്ഛമ്മയെ വിളിക്കുക, നമുക്ക് ഈച്ചനെ കൊണ്ട് വിറക് വെട്ടിക്കാൻ പറഞ്ഞു. അച്ഛമ്മയെ പറഞ്ഞിട്ട് ഈച്ചനെ പൊത്തിപ്പിടിച്ച് സച്ചി വിളിക്കുകയാണ്. അച്ഛമ്മയെ വേഗമായോ എന്ന് പറയണം. അപ്പോൾ ഈച്ച പറയും, അച്ഛമ്മേനെ കൊണ്ട് ഇനി എന്നെ കൊണ്ട് വിറക് വെട്ടിക്കാനുള്ള പരിപാടി, ഒരു മിനിറ്റ് സച്ചി, ഒരു മിനിറ്റ് വേണ്ട. ഈച്ച പെട്ടെന്ന് സച്ചിയുടെ കയ്യിൽ നിന്ന് തെന്നി മാറിയിട്ട് കുമ്പിട്ടിട്ട് ആ പൂക്കൂടെ എടുത്തിട്ട് പറയാണ്, ഞാൻ പോവാണേ, ഓക്കെ ഞാൻ അത് വിറ്റിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ്. അപ്പോൾ സച്ചി പറയാണ് രേവതിയോട്, ഞാൻ എന്തായാലും അന്വേഷിച്ചിട്ട് വരാം രേവതി, ആൻ്റണിയാണെന്നുണ്ടെങ്കിൽ ആൻ്റണിക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കണം പറഞ്ഞിട്ട് സച്ചി ഇറങ്ങുമ്പോൾ രേവതി പറയും, സൂക്ഷിക്കണേ സച്ചിയേട്ടാ, നോക്കിയും കണ്ടൊക്കെ പോകണം പറയുമ്പോൾ ഞാൻ നോക്കിക്കോളാം പറയും. എന്നിട്ട് രേവതി അച്ഛനോട് ഇത് പറയണ്ട കേട്ടോ, അച്ഛനോട് പറഞ്ഞ അച്ഛൻ ഞാൻ പോകാൻ വേണ്ടി സമ്മതിക്കില്ല. പണ്ട് അകത്തേക്ക് നോക്കിയിട്ട്, അച്ഛാ രേവതിനെ ശ്രദ്ധിക്കണേ, രേവതിക്ക് മരുന്നൊക്കെ കൊടുക്കണേ, ഞാൻ ഒന്ന് പുറത്തേക്ക് പോകണേന്ന് പറയണം. അപ്പോൾ രവീന്ദ്രൻ ഡാ വിളിച്ചിട്ട് അകത്തേക്ക് വരും. എന്താ ചോദിക്കുമ്പോൾ പറയും, നീ ഇപ്പോൾ പറയണ്ട, എൻ്റെ മോളെ എനിക്ക് നോക്കാം, നീ പറഞ്ഞില്ലല്ലോ എൻ്റെ മോളെ ഞാൻ നന്നായി നോക്കാം, അവളെ ഞാൻ പൊന്നു പോലെ നോക്കാം, അവൾക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും, ഒന്ന് പോട കിടന്നിട്ട് പറയുമ്പോൾ ഓ പറഞ്ഞിട്ട് സച്ചി അങ്ങനെ വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ അച്ഛൻ പറയണം, മോളെ നിനക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? എനിക്കൊന്നും വേണ്ട അച്ഛാ. പിന്നെ നീ അങ്ങനെ പറയും, പക്ഷേ കഴിപ്പിക്കണം
ചെയ്യേണ്ടത് എൻ്റെ കടമയല്ലേ, വാ നമുക്ക് അകത്തേക്ക് പോകാൻ പറഞ്ഞിട്ട് രേവതിയുടെ വീൽ ചെയർ ഉരുട്ടിയിട്ട് അകത്തേക്ക് പോവാണ്. അകത്തേക്ക് പോകുമ്പോൾ രേവതി പറയും നല്ല ഉള്ളിത്തീയൽ. അപ്പോൾ അച്ഛൻ്റെ കയ്യിലൊരു കയ്യിൽ മണം തൂക്കിയിട്ട് പറയും നല്ല ഉള്ളിത്തീയലിൻ്റെ മണം അതന്നെ പറയും. അങ്ങനെ രേവതിനെയും കൂട്ടി രവീന്ദ്രൻ അകത്തേക്ക് പോവാൻ. ഈ സമയത്ത് സച്ചി ആക്സിഡൻറ്റ് പറ്റിയ ദിവസം രേവതീനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ആളുകളെ കണ്ടുപിടിച്ച് അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയണം ഞങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ഞങ്ങളന്ന് പറഞ്ഞില്ലേ സച്ചി, വണ്ടി ഏതാണെന്ന് ഞങ്ങൾ കണ്ടില്ല, ഒരു കറുപ്പ് വണ്ടിയായിരുന്നു, അതിന് എന്തെങ്കിലും സ്റ്റിക്കർ അടയാളം എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങളിതുപോലെ ഒരു സ്റ്റിക്കറിൻ്റെ അടയാളം വെച്ചിട്ട് ഞങ്ങളൊരു കാറ് പിടിച്ച് അതുകൊണ്ട് പറയാ സച്ചി. ഇല്ല സച്ചി, ഞങ്ങളതൊന്നും നോക്കിയില്ല, ഞങ്ങളപ്പോൾ എത്രയും പെട്ടെന്ന് നിൻ്റെ ഭാര്യ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങൾക്ക് വേറെ ഒന്നും നിങ്ങൾ നോക്കിയില്ല സച്ചി, അങ്ങനെ അടയാളങ്ങളൊന്നും കണ്ടില്ല, ഇങ്ങനെ ഒരു കറുപ്പ് കാറാണെന്ന് മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ എന്ന് പറയണം അവർ. ഓക്കെ ഏട്ടാ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് വണ്ടി കയറിയിട്ട് ആലോചിക്കുകയാണ്. അപ്പോൾ ഇടിച്ച വണ്ടി എന്തായാലും ഏതെങ്കിലും വർക്ക്ഷോപ്പിലുണ്ടാവും, അപ്പോൾ വർക്ക്ഷോപ്പ് ബേസ് ചെയ്തിട്ട് ഒന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചിട്ട് സച്ചി വണ്ടി എടുത്തിട്ട് പോണ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് സച്ചിക്ക് ഫോൺ വരും. സച്ചിക്ക് ഫോൺ വരുമ്പോൾ ഹലോ സ്റ്റേഷൻ എന്നാണ് പറയുക. എന്താ സാർ ചോദിക്കുമ്പോൾ പറയും സച്ചി നിൻ്റെ ഭാര്യേനെ ഇടിച്ച ആളെ കണ്ടുപിടിച്ചോ ആരാ സാർ അത് ചോദിക്കുമ്പോൾ അവൻ ഇവിടെ സ്റ്റേഷനിലുണ്ട്. അതെയോ സാർ, അവനെ വെറുതെ വിടരുത് സാർ, ഞാൻ വരാം. അപ്പോൾ പറയാം നീ വന്നിട്ട് നേരിട്ട് കാണുക. അപ്പോൾ അത് ആരാ സാർ, ആരാ എൻ്റെ ഭാര്യേനെ എങ്ങനെ ചെയ്ത് ചോദിക്കുമ്പോൾ അതൊക്കെ അവിടെ വന്നിട്ട് സംസാരിക്കുക, നീ വാ എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് SI വിളിപ്പിക്കുകയാണ്. അപ്പോൾ സച്ചി ശരി ഞാൻ വരാമെന്ന് പറയണം. അപ്പം തന്നെ സച്ചിക്ക് ഈച്ചയുടെ കോള് വരികയാണ്. ഈച്ച പറയുകയാണ് സച്ചി രേവതിയുടെ പൂവൊക്കെ ഞാൻ വിറ്റു, കാശൊക്കെ ഞാൻ മേടിച്ചു, ഇപ്പം ഞാൻ ഫ്രീ ആണ്, നീ എന്തായാലും ആക്സിഡൻറ്റ് പറ്റിയ സ്ഥലത്തേക്ക് പോവല്ലേ, ഞാൻ കൂടി വരാടാ സച്ചി, എനിക്ക് നിന്നൊന്ന് സഹായിക്കാൻ പറ്റിയാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയും വേണ്ട ഇച്ചേ, ഇപ്പോൾ ഞാൻ അത്യാവശ്യമായിട്ട് വേറെ സ്ഥലത്തേക്ക് പോകാറ്. അപ്പോൾ നീ എവിടേക്കാണ് പോകുന്നത് ചോദിക്കുമ്പോൾ പറയും ആക്സിഡൻറ്റ് പറ്റിയ ആളെ കണ്ടുപിടിച്ച് പണ്ട് സ്റ്റേഷനിൽ നിന്ന് SI വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് പോകണം പറയും. ആണോ കണ്ടുപിടിച്ചോ? സച്ചി സ്റ്റേഷനാണെന്നൊന്നും വിചാരിക്കരുത്, അവിടെ ചെന്ന ഉടനെ അവനെ 4 എണ്ണം പൊട്ടിച്ചോ, സ്റ്റേഷനൊന്നും നോക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ പറയും അത് പിന്നെ നീ പറയേണ്ട ആവശ്യമുണ്ടോ, അതൊക്കെ ഞാൻ ചെയ്യില്ലേ എന്ന് പറയാണ് സച്ചി. ഈ സമയത്ത് സ്റ്റേഷനിൽ SIയോടോ കോൺസ്റ്റബിളൊക്കെ സാർ അതിന് നമ്മൾ ആക്സിഡൻറ്റ് ചെയ്ത ആളെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ സാർ. ഇല്ല, പിന്നെ എന്തിനാ സാർ അവനോട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് ചോദിക്കുമ്പോൾ പറയും എടാ അവനെതിരെ ഒരു പരാതി വന്നിട്ടുണ്ടല്ലോ, നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ സീറ്റിലിരുന്നിട്ട് മേലനങ്ങാതെ നമ്മളിപ്പോൾ അവനെ വിളിച്ച് എടുത്തിട്ട് അവനെ പരാതിക്കെതിരെ കസ്റ്റഡിയിലെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ആ സ്ത്രീക്ക് പരിക്ക് പറ്റിയത് താൻ കണ്ടതല്ലേ, എന്തായാലും നമ്മളത് അന്വേഷിച്ച് പോകണ്ടല്ലോ, അവൻ നമ്മുടെ അടുത്തേക്ക് വരട്ടെ, നമുക്ക് മേലനങ്ങാണ്ടിരുന്ന പരാതിക്കാരനെ നമുക്ക് മേലനങ്ങാതിരുന്ന പ്രതിയെ പിടിക്കാമല്ലോ എന്നിങ്ങനെ പറയണം. ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കോൺസ്റ്റബിൾ പോവാണ്. ഈ സമയത്ത് സച്ചി പോലീസ് സ്റ്റേഷന് മുമ്പിൽ കാറ് കൊടുന്ന് നിർത്തിയിട്ട് പാഞ്ഞു വരികയാണ്. സാർ SI സാറുണ്ട് ചോദിക്കുമ്പോൾ ഉപ്പ എന്നെ വിളിപ്പിച്ചെന്ന് പറഞ്ഞാൽ ചെല്ല് പറയും. അത് ചെയ്യുമ്പോൾ സാർ എവിടെ സാർ അവൻ, എൻ്റെ ഭാര്യ ആക്സിഡൻറ്റിൽ പെടുത്തി അവൻ എവിടെ സാർ ചോദിക്കുകയാണ്. അപ്പോൾ SI സാറിങ്ങനെ സച്ചിനെ നോക്കുകയാണ്. എവിടെ സാർ അവനെനിക്ക് കാണാൻ അല്ല സാർ പറഞ്ഞില്ലേ എൻ്റെ ഭാര്യയുടെ വണ്ടി ആക്സിഡൻ്റ് ആക്കിയനെ ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചവനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, എവിടെ സാർ അവൻ ചോദിക്കുമ്പോൾ പറയും എടോ താൻ തന്ന പരാതി ഞങ്ങൾ അന്വേഷിച്ചിട്ട് പോലില്ലേ. പിന്നെ എന്താ സാർ എന്നെ വിളിച്ചു വരുത്തി, സാറല്ലേ പറഞ്ഞു എൻ്റെ ഭാര്യയുടെ ആക്സിഡൻറ്റിന് പിന്നിലുള്ളവനെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്. ഞാനത് പറഞ്ഞത് നിന്നെ വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ടാണ്, അതെന്തിനാ സാർ എന്നെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കുന്നത്, ഞാനത് അന്വേഷിച്ച് നടക്കുകയായിരുന്നു എന്ന് പറയും. അപ്പോൾ പറയും നീ ആൻ്റണിയുടെ ഓഫീസിൽ പോയിരുന്നു, നീ അവിടെ ഗുണ്ടായിസം കാണിച്ചോ, നീ വലിയ ഗുണ്ട എന്നൊക്കെ എല്ലാവരും പറയണ്ടേ, നീ അവിടെ പോയി ഗുണ്ടായിസം കാണിച്ചൊന്നുമില്ല, ചെറിയൊരു കശപിശി ഉണ്ടായി സാർ, അത്രയേ ഉള്ളൂ. നീ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീനെ തല്ലിച്ചതയ്ക്കുക എന്താ സാറേ പറയണത്, ഞാൻ ആൻ്റണിയായിട്ട് ചെറിയൊരു കശപിശി ഉണ്ടായിരുന്നു, എൻ്റെ ഭാര്യയുടെ ആക്സിഡൻറ്റിന് പിന്നിൽ അവനാണെന്ന് എനിക്കൊരു സംശയം ഉണ്ടായി, അത് ചോദിക്കാൻ വേണ്ടി പോയത്, അപ്പോൾ ചെറിയൊരു ഉണ്ടെന്നാലും ഉണ്ടായി, പക്ഷേ ഞാൻ ആ സ്ത്രീനെ തൊട്ടിട്ട് പോലില്ല, ഞാൻ അവനെ അടിച്ച് നിലംപരിശാക്കിയനെ, പക്ഷേ ആ സ്ത്രീ ഇടയിൽ വന്ന് നിന്ന കാരണം കൊണ്ട് ഞാൻ അവിടുന്ന് പോന്നു, അതാണ് ഉണ്ടായി പറയുമ്പോൾ നിൻ്റെ നാടകം ഗുണ്ടായിസൊക്കെ നിർത്തിക്കോ, ആ സ്ത്രീ കയ്യിൽ കെട്ടും ഇതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അവർക്ക് നല്ല പരിക്കുണ്ട്, ആൻ്റണിക്കും പരിക്കുണ്ട്, അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്, അവരുടെ പരാതിയിൽ നിന്നെ കസ്റ്റഡിയിലെടുക്കാൻ വിളിപ്പിച്ചത്, നിന്നെ ഞാനിപ്പോൾ ജയിലിൽ അടയ്ക്കാൻ പോകാൻ പറയാം. ഇല്ല സാർ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല സാർ, ഞാൻ ഒരിക്കലും സ്ത്രീകളുടെ നേരെ കൈവയ്ക്കില്ല സാർ, സത്യമായിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല സാർ, സാറ് പരാതി കിട്ടിയോടെ എന്നെ വിളിപ്പിക്കല്ലോ സാർ, ആ പരാതിയിൽ വല്ല കഴമ്പുണ്ടെന്നൊന്ന് അന്വേഷിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി ചൂടാകുമ്പോൾ അയാൾ പറയാം നിന്നെ ഞാൻ സത്യം പറയിപ്പിക്കാതെ പറഞ്ഞിട്ട് സച്ചിനെ അടിക്കാൻ വരുമ്പോൾ സച്ചി പോലീസ് SIയുടെ കൈ പിടിക്കണം. സാർ സച്ചി എല്ലാ തെറ്റും സച്ചി ചെയ്തിട്ടുണ്ടെന്നതിനെ സച്ചി ആ തെറ്റിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാണ്, പക്ഷെ തെറ്റ് ചെയ്യാതെ സച്ചി ഈ അടി മേടിക്കാൻ ഉദ്ദേശിക്കണില്ല പറയണം. അപ്പോൾ എല്ലാ പോലീസുകാരുടെ മുമ്പിൽ വെച്ചിട്ടാണ് SIൻ്റെ കൈ പിടിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ അയാൾക്ക് ദേഷ്യം വന്ന് അയാൾ പറയണം നീ എന്നെ കൈ പിടിക്കാറായില്ലേ, നിനക്ക് ഞാൻ തരാടാ, ഇവനെ പിടിച്ച് ജയിലിലടക്കി പറഞ്ഞിട്ട് ഇനി നീ പുറത്തിറങ്ങണമെന്ന് എനിക്കൊന്ന് കാണണം, എന്തായാലും ആ സ്ത്രീയുടെ
പരാതിയിൽ നിൻ്റെ പേരിൽ കേസെടുക്കാൻ പോയി പെട്ടെന്ന് തന്നെ ഞാൻ കോടതിയിൽ ഹാജരാക്കും, നിന്നെ ജയിലിലടയ്ക്കും ചെയ്യും. ഇനിയും മോൻ പുറത്തിറങ്ങാൻ കുറച്ച് പാടുപെടും സാർ. ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് എന്നെ ജയിലിലടയ്ക്കണം സാർ എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ അറിഞ്ഞാൽ മതിയിടാ പറഞ്ഞിട്ട് പോലീസുകാരന് ദേഷ്യം വന്നിട്ട് സച്ചിനെ പിടിച്ച് ലോക്കപ്പിലിടുമ്പോൾ സച്ചി ഛേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സച്ചി ഇങ്ങനെ കൈ ചുറ്റിയിരിക്കണം. ഈ സമയത്ത് ചന്ദ്രോദയത്തിൽ രേവതി സച്ചിനെ അന്വേഷിച്ചിരിക്കണം. സച്ചിനെ കാണുന്നില്ല. എന്താ സച്ചിനെ കാണാത്ത ദൈവമേ എന്ന് പറയുമ്പോൾ അച്ചമ്മയും രവീന്ദ്രനും കൂടി പുറത്തേക്ക് വരണം. എന്താ മോളെ സച്ചിയെ കാണാതിരിക്കുമ്പോൾ അറിയില്ല അച്ചമ്മേ, അവൻ എവിടേക്കാണ് പോയി ഓട്ടം പോയിക്കണിരിക്കുമ്പോൾ അല്ല അച്ചമ്മേ ഇങ്ങനെ ആക്സിഡൻറ്റിൻ്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി പോയിക്കെ പറയുമ്പോൾ അപ്പോൾ ആരെങ്കിലും സംശയമുണ്ട് അവനെ ചോദിക്കുമ്പോൾ ആൻ്റണീനെ സംശയമുണ്ട് പറയണം. അപ്പോൾ രവീന്ദ്രൻ പറയും അവൻ ഇത് അന്വേഷിക്കാനാണ് പോയേക്കണം, അവൻ എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ പോകണം, അതിലല്ലേ പോലീസൊക്കെ ഇടപെടണം എന്നൊക്കെ ചോദിക്കണം. ഇവൻ ഒറ്റയ്ക്ക് അന്വേഷിക്കാൻ പോകേണ്ട ആവശ്യമുണ്ടോ, ഇതിപ്പോൾ ഇവനെ കാണാനും ഇല്ലല്ലോ ദൈവമേ, വീട്ടിലിരിക്കുന്നവർക്ക് വല്ല സമാധാനമുണ്ട്. മോളെ രേവതി മോളൊന്ന് വിളിച്ചു നോക്കിയാൽ സച്ചിനെ പറയണം അച്ഛമ്മ. വിളിക്കുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കണം. അപ്പോൾ പറയും ഫോൺ റിങ് ചെയ്യുന്നുണ്ട് അച്ഛമ്മയെ സച്ചിയേട്ടൻ്റെ, പക്ഷേ അച്ഛമ്മയെ സച്ചിയേട്ടൻ ഫോൺ എടുക്കണില്ല എന്ന് പറയാൻ. അവൻ അന്വേഷിച്ചിട്ട് വരുമായിരിക്കും, മോള് വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അച്ഛമ്മ രേവതിനെ സമാധാനിപ്പിക്കുകയാണ്. പക്ഷേ രേവതിയുടെ മനസ്സ് മുഴുവൻ ടെൻഷനാണ്. കാരണം സച്ചി ഏതെങ്കിലും ഏടാകൂടത്തിൽ പോയി പെട്ടോ, സച്ചിനെ ആരെങ്കിലും ട്രാപ്പ് ചെയ്തോ എന്നൊക്കെയുള്ള നല്ല പേടിയുണ്ട് രേവതിയുടെ മുഖത്ത്. അങ്ങനെ രേവതി സച്ചിയെ കാത്തിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഇന്നത്തെ ചെമ്പനിർപ്പ് അവസാനിക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.